അങ്ങനെ ചെങ്ങായിമാരെ നിവിൻ പോളിയുടെ സർവമായ സിനിമ കണ്ടു. അടിപൊളി സിനിമ. അതായത് നമ്മുടെ മനസ്സ് നിറഞ്ഞു. അത് കണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ നിവിൻ പോളിയുടെ ഒരു കംബാക്ക് എന്നൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷേ കംബാക്ക് എന്ന് പറയാനായിട്ട് പുള്ളി എവിടെയും പോയിട്ടില്ല. നല്ലൊരു സ്ക്രിപ്റ്റ് നല്ലൊരു ഡയറക്ടറിൻ്റെ കിട്ടിയപ്പോൾ കറക്റ്റായിട്ട് ആ നിവിൻ പോളിക്ക് ആ ഒരു സ്പേസ് ആൾക്ക് അവിടെ കിട്ടി. പിന്നെ നിവിൻ പോളി അജു വർഗീസ് കോമ്പിനേഷൻ, അതായത് നമ്മളിപ്പോൾ ദാസൻ വിജയ് എന്നൊക്കെ പറഞ്ഞാൽ അത് വേറൊരു, അതിനെ നമുക്ക് അതുപോലെ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ ചില രണ്ട് പേര് വരുമ്പോൾ ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ, അത് കറക്റ്റാണ്. ആ നിവിൻ പോളി അജു വർഗീസ് എന്നുള്ള ഒരു കെമിസ്ട്രി അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ അതിനകത്ത് പല കോമഡി ഉണ്ട്, എമോഷൻസ് ഉണ്ട്. ഇപ്പോൾ ഹൊറർ കോമഡി എന്ന് പറയുന്നെങ്കിലും ആരും പേടിക്കേണ്ട ആവശ്യമില്ല, പിള്ളേരെയും കൊണ്ട് ധൈര്യമായിട്ട് പോകാം. ഇപ്പോൾ ഹൊറർ കോമഡിക്കകത്ത് ഇപ്പോൾ കോമഡി രീതിയാണെങ്കിലും ചെറിയൊരു പേടിപ്പിക്കുന്ന രീതിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ വരും. പക്ഷേ ഇതിനകത്ത് അങ്ങനെയൊന്നുമില്ല. അതായത് ക്ലീൻ ആണ്, അത് കറക്റ്റാണ്, അത് അതിനോട് നീതി പുലർത്തിയിട്ടുണ്ട്. എല്ലാവരും ഹൊറർ കോമഡി എന്ന് പറയുമ്പോൾ കുറച്ച് പേര് ഇത് പിള്ളേരെയും കൊണ്ട് പോയാൽ ബുദ്ധിമുട്ടാവുമെന്ന് അങ്ങനെ ഒരു ഇതും വേണ്ട. എൻ്റെ മകൾ ഈ ഇങ്ങനത്തെ പടങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ രാത്രി ഉറങ്ങാനൊക്കെ ഒരു മടിയുള്ള ആളാണ്. അപ്പം അവൾ ഹാപ്പി ആയിരുന്നു. പിള്ളേരൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. എൻ്റെ രണ്ട് മക്കളും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നുള്ള അവർ അങ്ങനെ റെയറായിട്ട് പടങ്ങളിൽ അവരങ്ങനെ ഇങ്ങനെ ശ്രദ്ധിച്ചൊക്കെ ഇരിക്കാറുള്ളൂ. ഫാമിലി എൻ്റർടൈനറാണ്. എനിക്ക് ഹൃദയപൂർവ്വത്തിനെക്കാട്ടിൽ ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് കുറച്ച് ക്യാരക്ടറുകളുണ്ട്. അതിൽ നമ്മളത് കാണുമ്പോൾ, ആ ഒരു സിനിമ നമ്മൾ കാണുമ്പോൾ ആ ഒരു ക്യാരക്ടറിന് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോകുന്നത്, ആ ക്യാരക്ടർ അവർ ചെയ്തു വന്നേക്കുന്ന അത് കറക്റ്റായിട്ട് അഭിനയിച്ച് ബലിപ്പിച്ചുകൊണ്ടാണ് നമുക്ക്, അതാണ് ആ ഒരു നടൻ അല്ലെ ഒരു നടിയുടെ വിജയം എന്ന് പറയുന്നത്. നമുക്കത് ഫീൽ ചെയ്യുന്നത്, ഇങ്ങനെ ഇതുണ്ടായിരുന്നു. അതുപോലെ പല ഇമോഷൻസ്, പല ലെയർ അതിനകത്ത് വന്നിട്ടുണ്ട്. ആ ഇമോഷൻസിൻ്റെ ആണെങ്കിലും ഇപ്പം ഞാനായാലും കുറേ കാര്യങ്ങൾ ചിന്തിക്കും. കാരണം ഇപ്പം നമ്മുടെ റിയൽ ലൈഫായിട്ട് കുറേ കാര്യങ്ങൾ അത് കണക്ട് ചെയ്യും. അപ്പോൾ ആ ഇമോഷൻസ് നമുക്ക് കുറേ വർക്കാവും അത്. കാരണം പിന്നെ ഞാനായാലും കുറേ ചിന്തിച്ചു, ഇതുപോലൊക്കെ പലർക്കും സംഭവിച്ചു കഴിയുമ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അത് എല്ലാം മിക്സ് ചെയ്ത് നല്ലൊരു, ഇപ്പം സത്യൻ അന്തിക്കാട് പടം അല്ലെങ്കിൽ സത്യൻ അന്തിക്കാടിൻ്റെ മകൻ ചെയ്യുന്ന പടം, അപ്പോൾ എപ്പോഴും എല്ലാവരും പറയുന്നതാണ് സത്യൻ അന്തിക്കാടിൻ്റെ പടത്തിനകത്ത് പൊതുവേ ഒരു പച്ചപ്പും ഹരിതാവയും അങ്ങനെ ഇത്. പക്ഷെ അതുകൊണ്ട് ഇല്ല എന്നല്ല, പക്ഷെ അത് മാത്രമല്ല, ആ ഒരു റിയാലിറ്റിയുമായിട്ട് അടുത്ത് നിൽക്കുന്ന കുറേ കാര്യങ്ങൾ, കുറേ മനുഷ്യരുടെ ജീവിതം അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുന്ന കുറേ കാര്യങ്ങൾ അതുമായിട്ട് കണക്ട് ചെയ്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആണ് അത്. ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിവിൻ പോളി അല്ലാതെ വേറെ ആളെ നമുക്ക് ചില സിനിമകൾ കാണുമ്പോൾ ഇത് ഇന്ന ആൾക്ക് ചെയ്യാനും കൂടെ പറ്റിയിരുന്നത് നല്ലതാണ്. പക്ഷേ ഇതിനകത്ത് നിവിൻ പോളി അല്ലാതെ പടം കണ്ടു കഴിഞ്ഞ് ഇറങ്ങി കഴിയുമ്പോൾ വേറെ ആളെ നമുക്ക് അവിടെ സങ്കല്പിക്കാൻ പറ്റത്തില്ല. അത് രീതിയിൽ നിവിൻ പോളി അത് ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാവരും ഓരോരുത്തരുടെയും റോള് ഭംഗിയായിട്ട് എല്ലാവരും പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി തിയേറ്ററിൽ തന്നെ പോയി ഇത് കാണുക. അത് നല്ല തിയേറ്റർ നോക്കി സെലക്ട് ചെയ്ത് പോയി കാണുക, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഇതൊരു എന്താ പറയുക, നമ്മളിപ്പോൾ തുടരുമൊക്കെ സിനിമ കണ്ടതിന് ശേഷമുള്ള ഒരു വൻ വിജയം അല്ലെങ്കിൽ ആ ഒരു ലെവലിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോകട്ടെ. അത് അവർ കഷ്ടപ്പെട്ടതിന് അവർ ആഗ്രഹിച്ചതിൻ്റെ ഒരു വിജയമായി ഇത് മാറും. അപ്പോൾ ഓക്കെ, താങ്ക് യു. കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക.